2 സ്ഥലങ്ങളാണ്. അതായത് നമ്മുടെ ലക്ഷദ്വീപ് പോലെ ചെറിയൊരു ഐലൻഡാണ്. 2 ഐലൻഡ് ഉണ്ട്. ഒരു ഐലൻഡ് നിറച്ച് മനുഷ്യരാണ് താമസിക്കുന്നത്. സുഖമായിട്ടാണ് അവരവിടെ ജീവിക്കുന്നത്. രണ്ടാമത്തെ ഐലൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ നിറച്ച് പാമ്പുകളും പിന്നെ മൃഗങ്ങളും അതുപോലത്തെ വിഷജീവികളും വിഷജന്തുക്കളും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഈ ഒരു ആദ്യത്തെ ഐലൻഡിൽ രാജാവില്ല. കാരണം അവിടെ രാജാവാവുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 വർഷമേ ഭരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഈ ഒരു 7 വർഷം കഴിഞ്ഞാൽ നിങ്ങളെ ഒരു വഞ്ചിയിലാക്കി ആ അപ്പുറത്തെ ഐലൻഡിൽ കൊണ്ടുപോയിട്ടു. അവിടെ പോകുമ്പോൾ നിങ്ങൾ മരിച്ചു പോകും. അപ്പോ അവിടെ ആർക്കും രാജാവാകാൻ വേണ്ടി താല്പര്യമില്ല. അപ്പൊ ഒരു പിച്ചക്കാരൻ അവൻ അങ്ങേര് ഒരു ദിവസം കൈ ഉയർത്തിയിട്ട് പറഞ്ഞു ഞാൻ ഇവിടുത്തെ രാജാവാണ്. 7 വർഷം കഴിഞ്ഞാൽ എന്തായാലും അയാൾ മരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ പിച്ചക്കാരനായാലും അവർക്കത് പ്രശ്നമല്ല, അവർക്കൊരു രാജാവിനെ വേണം. അതുകൊണ്ട് ആ ഒരു പിച്ചക്കാരനെ അവിടെയുള്ള ആൾക്കാർ രാജാവാണ്. അങ്ങനെ 7 വർഷം അയാൾ അത് ഭരിച്ചു. അങ്ങനെ 7 വർഷം കഴിഞ്ഞ് അയാളെ അപ്പുറത്തെ കരയിലോട്ട് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാ. അപ്പോൾ വഞ്ചിയിലോട്ട് കയറുന്ന സമയത്ത് ആ വഞ്ചിക്കാരൻ ചോദിച്ചു, ഞാൻ ഇതിനു മുമ്പ് കുറെ രാജാക്കന്മാരെ അപ്പുറത്ത് കൊണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് ഈ ഒരു വഞ്ചിയിൽ ഏറിയിട്ടുള്ളത്, കാരണം അവർ മരിക്കാൻ പോവല്ലേ. നിങ്ങൾ മാത്രമാണ് ചിരിച്ചുകൊണ്ട് ഈ ഒരു വഞ്ചി കയറുന്നത്, എന്താണ് ഇതിന്റെ കാരണമെന്ന്. അപ്പൊ ആ ഒരു രാജാവ് പറഞ്ഞു, ഞാൻ 7 വർഷം ഇവിടെ ഭരിച്ചു. ഞാൻ എന്റെ ആദ്യത്തെ വർഷം ഞാൻ ചെയ്തത് എന്തുവെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു പടയെ അങ്ങോട്ട് അയച്ചു. എന്നിട്ട് അവിടുത്തെ ആ ഒരു ജീവികളെ, പാമ്പുകളെ, മൃഗങ്ങളെ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൊന്നു കളഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ വർഷം ഞാൻ ഇവിടുന്ന് കുറച്ച് പടയയച്ച് അവിടുത്തെ ആ ഒരു വിഷച്ചെടികളും കാര്യങ്ങളും എല്ലാം കത്തിച്ച് കളഞ്ഞു. മൂന്നാമത്തെ വർഷം ഞാൻ ഇവിടുന്ന് ഒരു പടയയച്ചിട്ട് അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കിളച്ച് ഉഴുത് വൃത്തിയാക്കി അവിടെ കൃഷി ആരംഭിച്ചു. നാലാമത്തെ വർഷം ഞാൻ അവിടെ ഒരു പടയയച്ചിട്ട് അവിടെ എനിക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിഞ്ഞു. അഞ്ചാമത്തെ വർഷം ഞാൻ അവിടേക്ക് ഒരു പടയയച്ചിട്ട് അവിടെ എനിക്ക് വേണ്ടി വെള്ളത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ശുദ്ധജലം കിട്ടാൻ വേണ്ടിയിട്ട് കിണർ കുഴിപ്പിച്ചു. പിന്നീടുള്ള 6-7 വർഷം ഞാൻ ഇവർക്കെല്ലാം നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എന്റെ കൂടെ നിൽക്കാൻ താല്പര്യമുള്ള കുറച്ച് പേരെ എനിക്ക് വേണ്ടി സജ്ജരാക്കി എടുത്തു. അപ്പൊ ഈ ഒരു 7 വർഷം കൊണ്ട് ഞാൻ അവിടെ ഒരു സ്വർഗം പോലത്തെ സ്ഥലം, അതായത് ഇവിടത്തേനേക്കാൾ അടിപൊളിയാക്കി അവിടെ മാറ്റി. അവിടെ ഇപ്പൊ ഞാനും എനിക്ക് വിശ്വാസമുള്ള കുറച്ച് ആളുകളും മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 7 വർഷം രാജാവായിരുന്നു, അവിടെ ഞാൻ ജീവിതകാലം മുഴുവൻ രാജാവായിരിക്കും. എനിക്ക് വേണ്ടതെല്ലാം അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സന്തോഷമായിട്ട് ഈ ഒരു വഞ്ചിയിൽ ഏറുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മീനിങ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഉള്ളടക്കം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ഇപ്പൊ ഒരു ജോബിന് കയറി, ആ ഒരു ജോബിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റ് മാർഗ്ഗങ്ങൾ നോക്കുക. നിങ്ങളുടെ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ജോബ് നിങ്ങൾ റിസൈൻ ചെയ്ത് കളയാതിരിക്കുക. കാരണം നിങ്ങൾ ഡയറക്റ്റ് ഒരു ബിസിനസ്സിലോട്ട് പോയാൽ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് തിരിച്ച് വീണ്ടും ബിൽഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി കാണത്തില്ല. അതേസമയം നിങ്ങൾക്ക് ഒരു ജോബും ഉണ്ട്, നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എന്താ പറയുക ഇൻവെസ്റ്റ്മെന്റ് കയ്യിൽ കാണും. അപ്പൊ ഇത് വലിയ സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ വലിയ സ്റ്റോറി അല്ല, എന്നാൽ കൊച്ചു സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ കൊച്ചു സ്റ്റോറി അല്ല. ഇത് മണ്ടത്തരമാണോ എന്ന് ചോദിച്ചാൽ മണ്ടത്തരമല്ല, എന്നാൽ മണ്ടത്തരമാണോ എന്ന് ചോദിച്ചാൽ മണ്ടത്തരമാണ്. ഞാൻ എന്തൊക്കെയല്ലേ ഈ പറയുന്നത്, എന്തോ എനിക്കിതൊക്കെ പറയണമെന്ന് തോന്നി. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഡയറക്റ്റ് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാൻ. ടാറ്റാ.